ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് മെയ് 15 നമ്മൾ എല്ലാവരും പേടിയോടെയും സന്തോഷത്തോടെയും കാത്തിരുന്ന ആ ഒരു ദിവസമാണ് SSLC റിസൾട്ട് ഡേ. ഇപ്പോൾ സമയം 12:35. വെറും 2.5 മണിക്കൂർ മാത്രം ബാക്കി. ഗൈസ്, ഇപ്പോൾ സമയം 1:38. ഇനി കുറച്ച് സമയം മാത്രമേ ഉള്ളൂ. അയ്യോ ഗൈസ്, ഇപ്പം ഞാൻ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം അതിന് ഒരുപാട് കമൻസൊക്കെ കണ്ടു. യെസ് ഗൈസ്, ഓൾ ദി ബെസ്റ്റ് എന്നുള്ള ഒരുപാട് കമൻസ്. വെയിറ്റ് ചെയ്യുകയാണ് ന്യൂസ്. ഇപ്പം എല്ലാവരും SSLC തന്നെയാണ് കമൻ്റ് ഇടുന്നത്. 2:51. അയ്യോ 9 മിനിറ്റ്. അയ്യോ എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയ വിദ്യാർത്ഥിനികളുടെ എണ്ണം നോക്കുകയാണെങ്കിൽ 30,514 വിദ്യാർത്ഥിനികൾ 30,514 സ്റ്റുഡൻസ് എല്ലാ വിഷയങ്ങൾക്കും A+ അർഹരായി. കഴിഞ്ഞ വർഷം ഇത് 61,449 ആയിരുന്നു. സെക്സ് ഡിസാഗ്രിഗേറ്റഡ് ഡേറ്റ നോക്കുമ്പോൾ പരീക്ഷ എഴുതിയ ആൺകുട്ടികളുടെ എണ്ണം 2,10,727. അവരിൽ ഉന്നത വിദ്യാഭ്യാസത്തിന് യോഗ്യത നേടിയത് 30,516 പേർക്കോ മാത്രമേ A+ ഉള്ളൂ. പകുതിയായി കുറഞ്ഞു. എൻ്റെ മോനെ, ഞാൻ ഇത്രക്കൊന്നും പ്രതീക്ഷിച്ചിട്ടാ. പിന്നെ ഗേൾസിൽ 20,000 സംതിങ് ആൾക്കാർക്ക് ഫുൾ A+ ഉണ്ട്. ബോയ്സിൽ 9,700 അത്രയോ ആൾക്ക് A+ ഉണ്ട്. എനിക്ക് പേടിയാവുന്നുണ്ട്. അയ്യോ, ഞാൻ എന്തിപ്പോ ചെയ്യാ. 73 പേർ ഉന്നത വിദ്യാഭ്യാസത്തിന് യോഗ്യത നേടി. 98.64 അവിടെ വിജയശതമാനം. സംസാരിച്ചതിന് ശേഷം ദീപദാസ് മുൻഷിയുമായി ആശയവിനിമയം നടത്തിയതിനു ശേഷമാണ് പിന്നീട് തിരിച്ചെത്തിയത്. ദീപദാസിനാണ് ADGP ഗൂഗിൾ എക്സ്പെർട്ട്. ഇപ്പോൾ രമേശിനെ അഭിനന്ദിക്കാൻ വേണ്ടി നമുക്ക് ഫസ്റ്റ് അലോട്ട്മെന്റ്, സെക്കൻഡ് അലോട്ട്മെന്റ്, തേർഡ് അലോട്ട്മെന്റ് ഇതിന്റെ അഡ്മിഷൻസിലേക്കാണ് നമ്മൾ ഇനി ഫോക്കസ് ചെയ്യേണ്ടത്. ഒരു കാര്യം എലിജിബിൾ ഫോർ ഹയർ സ്റ്റഡീസ് നിങ്ങൾ കണ്ട റിസൾട്ടിൽ അപ്പോൾ അത് കണ്ടെത്തോളം നിങ്ങൾ മുന്നോട്ട് പോകാൻ നിങ്ങൾ ഓൾറെഡി കാപ്പബിൾ ആണ് എന്നുള്ളതാണ്. ഈ അലോട്ട്മെന്റ് ഒക്കെ അലോട്ട്മെന്റ് വരുമ്പോൾ നിങ്ങൾ പേടിക്കേണ്ട ഒരു ആവശ്യമില്ല. അതിനനുസരിച്ച് നമ്മുടെ സ്കോറിനനുസരിച്ച് പലതരം നമുക്ക് അതിനനുസരിച്ച് അതുകൊണ്ടൊന്നും നിങ്ങൾ വറി ആവേണ്ട കാര്യമില്ല. അടുത്ത സ്റ്റെപ്പ് എന്താണ് എന്നാണ് നമ്മൾ ആലോചിക്കുന്നത്. റിസൾട്ടിനെ കുറിച്ചല്ല. ശരി, നിങ്ങളുടെ റിസൾട്ട് ഇതുവരെ കിട്ടിയിട്ടില്ല. എന്ത് ചെയ്യുമെന്നറിയില്ല. വാട്സപ്പിലൊരു സംഭവം വാട്സപ്പിൽ അയച്ചിട്ട് കിട്ടുമെന്നുള്ള അതൊന്നും ഉണ്ടായിരുന്നില്ലേ. എല്ലാവരും ഇങ്ങനെ കിട്ടിയെന്നൊക്കെ പറഞ്ഞിട്ടിരിക്കുന്നുണ്ട്. പിന്നെ എനിക്കിത് ലോഡാവുന്നില്ല. ഒരു വാട്സപ്പിൻ്റെ ഒരു സംഭവം വരും. നമ്മൾ വാട്സപ്പിൽ നമ്മളെ രജിസ്റ്റർ നമ്പറും പിന്നെ നമ്മളെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുത്തു കഴിഞ്ഞാൽ കിട്ടുമെന്നുള്ള പറഞ്ഞിട്ടുണ്ടായിരുന്നു. കയ്യിൽ തണുത്തു പോയി. പേടിച്ചിട്ടാണെന്ന് അറിയില്ല. 6+ 5+ ഒക്കെ ഉണ്ട്. ഇതുവരെ കിട്ടിയിട്ടില്ല. 4:07 എന്തുകൊണ്ട് ഇങ്ങനെ വയ്ക്കുന്നു? കിട്ടിയില്ല. അയ്യോ
ഇല്ലെന്തെന്ന് അയ്യോ ആയിക്കോട്ടെ നോക്കട്ടെ ഒന്നും കൂടെ ശരി. സോ ഗൈസ് നമ്മൾ ഇന്ന് മന്തി കഴിക്കാൻ പോവാണ്. ഇപ്പോൾ സമയം ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. ഞാൻ കാണിച്ചു തരാം എൻ്റെ ഔട്ട്ഫിറ്റ്. നമ്മൾ മന്തി കഴിക്കാൻ പോവാണ്. അപ്പോൾ ഇന്ന് എന്ത് പറഞ്ഞാലും നമ്മൾ സാധിച്ച് തരുമല്ലോ, നമ്മൾ സാധിച്ച് തരണമല്ലോ.